ഹായ് എവരി വൺ. നമ്മുടെ നവജീവൻ ഫുട്ബോൾ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ കോച്ച് വിനീത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പ് ഡിയെ പറ്റിയാണ്. എല്ലാ വേൾഡ് കപ്പിലും ഒരു ഡെത്ത് ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ. ആ ഡെത്ത് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പ് ഡി ആണ്. 2026 വേൾഡ് കപ്പിൽ ഡെത്ത് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പ് ഡി ആണ്. അതിനുള്ള കാരണം എന്താണെന്നും അതിൽ മാച്ചിൽ എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതും ഞാനിപ്പം പറയാം. ഓക്കെ, ഏതൊക്കെ ടീമുകളാണ് ഗ്രൂപ്പ് ഡിയിലുള്ളതെന്ന് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് ഡിയിലുള്ളത് തുർക്കി, ഓസ്ട്രേലിയ, പിന്നെ പരാഗ്വേ, USA. ഹോസ്റ്റ് USA, തുർക്കി, പരാഗ്വേ ആൻഡ് ഓസ്ട്രേലിയ. ഈ 4 ടീമുകളാണുള്ളത്. ഈ 4 ടീമുകളും ഫിഫ വേൾഡ് റാങ്കിങ്ങിൽ 40 താഴെയുള്ള ടീമുകളാണ്. പരാഗ്വേ ആണ് ഇതിൻ്റെ അത് താഴെയുള്ളത്, 40ആണ്. പക്ഷേ അവിടെ 40 പറയുമ്പോഴും പരാഗ്വേ ഒരു ലാറ്റിൻ അമേരിക്കൻ കൺട്രി ആണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നല്ല ടീമാണ്. അപ്പോൾ USA ഇപ്പം മൊറീഷ്യോ പൊക്കറ്റിനോ ആണ് അവരുടെ കോച്ച്. അപ്പം നല്ലൊരു സ്ക്വാഡുണ്ട് ഓൾറെഡി. അവരുടെ നിങ്ങൾക്കറിയാമല്ലോ, പുലിസിച്ച് ഉണ്ട്, മക്കന്നെ ഉണ്ട്, അങ്ങനത്തെ നല്ല പ്ലെയേഴ്സ് ഉണ്ട്. പിന്നെ വിയ ഉണ്ട്, ജോർജ് വിയയുടെ മകൻ. പിന്നെ ഇപ്പം നല്ല പ്രിപ്പറേഷനിലാണ്. അപ്പോൾ അവരാണ് ഇതിൽ നെക്സ്റ്റ് ആദ്യത്തെ ടീം എന്ന് പറയുമ്പോഴത്തേക്ക്. അവർ ഫസ്റ്റ് മാച്ചിൽ ജൂൺ 12 പരാഗ്വേ നേരിടുന്നുണ്ട്. പരാഗ്വേ മോശം ടീമൊന്നുമല്ല. മിക്കവാറും ഈ മാച്ച് സമനിലയാകാനാണ് സാധ്യത, 1-1. പിന്നെ ജൂൺ 13 ആണ് അവരുടെ ഗ്രൂപ്പിൽ രണ്ടാമത്തെ മത്സരം നടക്കുന്നത്. അത് ഓസ്ട്രേലിയക്കെതിരെ തുർക്കി ആയിരിക്കും. തുർക്കി ആ കളി മിക്കവാറും 2-1 ജയിക്കാനാണ് സാധ്യത. പിന്നെ ജൂൺ 19 അവരുടെ രണ്ടാമത്തെ മാച്ച് ഡേ എന്ന് പറയുന്നത്. അന്ന് 4 ടീമുകൾ മത്സരിക്കുന്നുണ്ട്. USA ഓസ്ട്രേലിയക്കെതിരെയുള്ള മത്സരമാണ് ആദ്യത്തേത്. അതിൽ 2-0 ചിലപ്പോൾ USA ജയിക്കാനാണ് സാധ്യത, അല്ലെങ്കിൽ 1-0. പിന്നെ അടുത്ത മത്സരത്തിൽ തുർക്കിയും പരാഗ്വേയും തമ്മിലാണ്. അതിൽ പരാഗ്വേ 1-0 തുർക്കിയെ തോൽപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ജൂൺ 25 തുർക്കി വേഴ്സസ് USA മത്സരമുണ്ട്. അത് ഒന്നുകിൽ 1-1 സമനിലയാകും, അല്ലെങ്കിൽ 1-0 USA ജയിക്കും. പരാഗ്വേയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരം 2-0 പരാഗ്വേ ജയിക്കാനാണ് സാധ്യത. നിങ്ങൾക്ക് അൽമിറോണിനെ അറിയില്ലേ? അൽമിറോൺ നേരത്തെ ന്യൂകാസിലുണ്ടായിരുന്ന അൽമിറോൺ പരാഗ്വേ ടീമിലാണുള്ളത്. അതുപോലെ എൻസിസോ, ബ്രൈറ്റൻ്റെ എൻസിസോ അൽമിറോൺ ഇവിടെയാണുള്ളത്. പിന്നെ ഡിയോഗോ ലിയോണോ എന്ന് പറയുന്നൊരു 21 ഇയർ ഓൾഡ് ലെഫ്റ്റ് ബാക്ക് ഉണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലുള്ളതാണ്. പ്ലേയിങ്ങിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല. പുള്ളി പരാഗ്വേക്കാരനാണ്. പിന്നെ ഗുസ്താവോ ഗോമസ് എന്നുണ്ട്. കോപ്പ ലിബർട്ടഡോറസ് 2 തവണ വിൻ ചെയ്തിട്ടുള്ളൊരു സെൻട്രൽ ബാക്ക് അവരുടെ കൂടെ ഉണ്ട്. പിന്നെ ഡിയോഗോ ഗോമസ് എന്ന് പറയുന്നൊരു പ്ലെയറുണ്ട്, നല്ല അടിപൊളി പ്ലെയറാണ്. ഇവരൊക്കെയാണ് ഈ പരാഗ്വേ ടീമിലുള്ള മെയിൻ പ്ലെയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ നല്ല എക്സ്പീരിയൻസ്ഡുമാണ്, ഭയങ്കര ക്രിയേറ്റീവാണ്, ഫാസ്റ്റാണ്. ഇവർ ഈ ഏത് ടീമിനെയും ഒരു ത്രെട്ട് ആയിട്ടുള്ള പ്ലെയേഴ്സ്. തുർക്കിയിലാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, ഹക്കാൻ ചെലനോലും ഉണ്ട്. ചെലനോൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്, ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള പ്ലെയറാണ്. അതുപോലെ ആർദ ഗുലറുണ്ട്. ഗുലറിനറിയാമല്ലോ, റയൽ മാഡ്രിഡിൻ്റെ പ്ലെയർ. പിന്നെ ഇൽഡിസ് ഉണ്ട്, യുവൻറ്റസിലെ ഇൽഡിസ് ഉണ്ട്. പിന്നെ ക്യാൻ ഉസൂനുണ്ട്, എൻഡ്രാക് ഫ്രാങ്ക്ഫർട്ടിലെ ഉസൂനുണ്ട്. ഇത്രയും ഈ പ്ലെയേഴ്സൊക്കെയാണ് കീ പ്ലെയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ക്രിയേറ്റീവാണ്, യങ് ആണ്. ഈ യങ് പ്ലെയേഴ്സാണ് തുർക്കിയുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്.